എപ്പോഴെങ്കിലും പുട്ടുണ്ടാക്കിയിട്ട് ബാക്കിയാവുകയാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ ചെയ്യുന്നത് നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. അപ്പം ഞാനിവിടെ ഒരു പീസ് പുട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് തന്നെ കുറച്ച് ഹാർഡായിട്ടുള്ളത്, കുഴപ്പമൊന്നുമില്ല. അത് നമുക്ക് പൊടിച്ചിട്ട് മിക്സിയുടെ ചെറിയ ജാറിൽ ചേർത്തോളാം. ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ടാൽ മതി. നമുക്ക് നല്ല ഫൈനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മിക്സിയിലിട്ട് നമ്മൾ ഒന്ന് അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു പീസ് പുട്ട് വെച്ചിട്ട് നമുക്ക് അത്യാവശ്യം ഇത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഏകദേശം ആ പുട്ട് നനയ്ക്കുന്ന ആ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി വേണ്ട നല്ല പഴുത്ത നേന്ത്രപ്പഴമാണ്. നേന്ത്രപ്പഴത്തിന് പകരം നിങ്ങൾക്ക് റോബസ്റ്റ എടുക്കാം. ചെറുപഴമാണെങ്കിൽ ഒരു 2-3 എടുക്കാം. അപ്പോൾ ഇനി നന്നായിട്ട് നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം. നേന്ത്രപ്പഴമാണെങ്കിൽ നല്ല പഴുത്തിട്ടേ എടുക്കാവുള്ളൂ, ഇല്ലെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ നല്ല പഴുത്ത് ഉടച്ച പഴത്തിലേക്ക് നമ്മൾ ഈ പൊടിച്ച് വെച്ചിട്ടുള്ള പുട്ടിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മളൊരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്തിട്ടുണ്ട്. ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര. മധുരം നോക്കിയിട്ട് മാത്രം ചേർക്കാം. 3 ടേബിൾ സ്പൂൺ ചേർക്കുക, വേണമെങ്കിൽ മാത്രം പിന്നെ ചേർത്താൽ മതി. കുറച്ചധികം അണ്ടിപ്പരിപ്പ് കട്ട് ചെയ്തത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അത് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. എല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ചൊന്ന് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന പോലെയുള്ള. അപ്പോൾ ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന് ചേർത്തിട്ട് നോക്കുക കേട്ടോ. ഒരുപാട് ലൂസായിട്ട് തന്നെ ഉള്ളെങ്കിൽ മാത്രം നമ്മൾ വീണ്ടും പൊടി ചേർത്താൽ മതി. അപ്പോൾ ഞാൻ വീണ്ടും 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം ചേർത്തത് മൈദയാണ്, പിന്നെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തപ്പോൾ കറക്റ്റ് കിട്ടി. ഇനി നമുക്കിതൊന്ന് ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ കൈ നന്നായിട്ട് കഴുകിയതിന് ശേഷം ചെയ്യുക. അപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല. ഞാനിപ്പോൾ ഏകദേശം ഒരു അധികം കട്ടിയില്ലാത്തൊരു ഉന്നക്കായയുടെ ഷേപ്പിലാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ എല്ലാം ചെയ്തെടുത്തതിന് ശേഷം വെളിച്ചെണ്ണ ചൂടാക്കാൻ വെക്കുക. അത് ചൂടാകുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇത് വേവിക്കാൻ ഒരുപാട് സമയമൊന്നും എടുക്കില്ല. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചു മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ എല്ലാം ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ 2 സൈഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതെടുത്ത് സെർവ് ചെയ്യാം. അപ്പോൾ വൈകുന്നേരം കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ പുട്ട് ബാക്കിയാകുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് പുട്ടായതുകൊണ്ട് തന്നെ പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ട് ഉൾഭാഗം സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. ഇടയ്ക്കിടയ്ക്ക് ആ നട്ട്സൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടെങ്കിൽ ധ്യാൻസ് കണ്ണൂർ കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യുക. അഥവാ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഈവനിങ് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.